الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയാണ്. പ്രശ്നങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മാലിക്കു കുല്ലി ശൈ ബിയദിഹി മലകൂതു കുല്ലി ശൈ. എന്ത് കാര്യം ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്. എന്തിന്? ഹക്കിന്റെ അഹ്ലുകാര് എത്രത്തോളം അവരുടെ ഹക്ക് തഹ്കീക്ക് ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ. തഹ്കീഖു തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആലക്ക് നൽകിയ കരാർ എത്രത്തോളം ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാനുള്ളതാണ് പ്രശ്നങ്ങൾ. പ്രശ്നങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയമാവാം, ചിലപ്പോൾ സാമ്പത്തികമാവാം, ചിലപ്പോൾ സാമുദായികമാവാം, ചിലപ്പോൾ സാമൂഹ്യമാവാം. എന്ത് തന്നെ പ്രശ്നങ്ങൾ ലോകത്തുണ്ടെങ്കിലും ശരി, അതിനെ നാം ചേർത്ത് വായിക്കേണ്ടത് അള്ളാഹുവിന്റെ തദ്ബീറോടാണ്. അപ്പോഴല്ലേ നമ്മുടെ ഈമാൻ സഹിയാകുകയുള്ളൂ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. മൂന്ന് കാര്യങ്ങൾ അള്ളാഹു അവന്റെ റുബൂബിയത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്ന് മുൽക്ക്, അധികാരം അള്ളാഹുവിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു, ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്. അധികാരത്തിൽ അല്ലാഹുവിന് ഒന്നിന്റെയും പാർട്ട്ണർഷിപ്പില്ല, ആരുടെയും പാർട്ട്ണർഷിപ്പില്ല. നിദ്ദൻ, പകരക്കാരായിട്ടാരെങ്കിലോ, ശരീകൻ, പാർട്ട്ണർമാരായി പങ്കാളികളായിട്ടാരെങ്കിലുമോ, അല്ലെങ്കിൽ ലഹീറൻ,
അള്ളാഹു അവന്റെ അധികാരം നടത്തുമ്പോൾ അതിന് സഹായികളായിട്ട് ആരെങ്കിലുമോ, അല്ലെങ്കിൽ അധികാരം നടത്തുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്താൽ കൊള്ളാം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ ഇന്നാൾക്ക് അനുകൂലം എന്നൊക്കെ പറഞ്ഞ് ശുപാർശ പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. വസീലൻ, അള്ളാഹു തന്റെ അധികാരം നടപ്പിൽ വരുത്തുമ്പോൾ അതിന്റെ ഇടയിൽ നിൽക്കാൻ പറ്റിയ എന്തെങ്കിലുമോ ആരെങ്കിലുമോ? അതുമില്ല. ആ രീതിയിൽ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള തൗഹീദ് അള്ളാഹ്ക്ക് മാത്രം വകവെച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് മോമിനിങ്ങളെ പരിശോധിക്കാനാണ് അള്ളാഹു താല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂമിയിൽ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ കടലിൽ മുക്കിക്കൊന്ന സന്ദർഭത്തിൽ അള്ളാഹു താല എന്താണ് അതിൽ നിന്നൊരു സന്ദേശം പുറം ലോകത്തെ അല്ലെങ്കിൽ വരും തലമുറക്ക് കൊടുത്തത്? എനിക്കാണ് അധികാരം, ഞാനാണ് ഈജിപ്ത് ഭരിക്കുന്നത്, എന്റെ ചോട്ടിലാണ് നൈൽ നദി, ചെങ്കടൽ, അതൊക്കെ ചലിക്കുന്നത്, അതൊക്കെ ഒഴുകുന്നത് എന്റെ അധികാരത്തിന്റെ ചോട്ടിലാണ്. അതുകൊണ്ട് ഞാനല്ലാത്തൊരു റബ്ബെന്തിനാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഫിർഔനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കിതിലൊന്നും മുൽക്കോ അല്ലെങ്കിൽ ഖൽഖോ തദ്ബീറോ ഉടമസ്ഥതാധികാരമോ നിർമ്മാണാധികാരമോ നിയന്ത്രണാധികാരമോ ഒരു തെല്ല് പോലും ഇല്ല എന്ന് ഫിർഔന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ മുക്കിക്കൊന്നത്, അല്ലേ? അതോ പ്രതിപക്ഷത്തെ ഏകപക്ഷീയമായി നശിപ്പിച്ച് ഭരണപക്ഷത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല ഏർപ്പാടുമായിരുന്നു അന്ന് നടന്നത്? ഒരിക്കലുമല്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവാണ് റബ്ബ്, ആ റബ്ബിനെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഫിർഔനോടും അനുയായികളോടും ദഅവത്ത് ചെയ്തു. ആ സമയത്ത് ഫിർഔൻ പറഞ്ഞു, ഞാനാണ് റബ്ബ്, എനിക്ക് മുകളിൽ വേറെ റബ്ബില്ല. ഫമൻ റബ്ബുക്കുമാ യാ മൂസ, ആരാണ് മൂസ നീ പറയുന്ന റബ്ബ്? അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ സകല വസ്തുക്കൾക്കും നിർമ്മാണം നൽകിയവനും നിർമ്മാണം നടന്നതിന് ശേഷം വസ്തുക്കൾക്ക് ദിശ നൽകിയവനുമാണ്. അവനാണ് എന്റെ റബ്ബ്. ഖലഖഹു സുമ്മ ഹദാ, സൂര്യനെ സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ്, ആ സൂര്യന് ചലിക്കാൻ ദിശ നിശ്ചയിച്ചതുമാണ് എന്റെ റബ്ബ്. സുമ്മ ഹദാ, ചന്ദ്രനെ സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ്, ആ ചന്ദ്രന് ചലിക്കാൻ ആവശ്യമായ മനാസിലുകളെ സൃഷ്ടിച്ചതും എന്റെ റബ്ബാണ്. എന്ന് വെച്ചാൽ അർത്ഥം, ഉടമസ്ഥതാധികാരം നിർമ്മാണാധികാരം അത് അള്ളാഹുവിന്റെ അടുക്കൽ, നിയന്ത്രണം മറ്റൊരാളുടെ അടുക്കൽ അല്ല. അത് മൂന്നും അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. അപ്പോഴാണ് ഫിറഔൻ ചോദിച്ചത്, മൂസ അങ്ങനെ പറഞ്ഞാൽ ഇതിനു മുമ്പ് ജീവിച്ചു മരിച്ചുപോയവരുടെ അവസ്ഥ എന്താണ് മൂസ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, ഞങ്ങളെ ബാപ്പമാരൊക്കെ മരിച്ചുപോയല്ലോ, ഞങ്ങളെ ഉപ്പൂപ്പമാരൊക്കെ മരിച്ചുപോയല്ലോ, അവരൊക്കെ നീ ഈ പറയുന്ന സന്ദേശം കേൾക്കാതെയാണല്ലോ മരിച്ചത്, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പൊ അല്ലാഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഹോ മൂസ, അവരോട് പറ, ഖുൽ ഇൽമുഹാ ഇൻദ റബ്ബി, മരിച്ചുപോയ ആളെ സ്ഥിതി വിവരങ്ങളൊക്കെ എന്റെ റബ്ബ് കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരിച്ച ആളെ സംബന്ധിച്ച് തീരുമാനം പറയാനല്ല ഞാൻ വന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ വന്നത്. തീർന്നല്ല വിഷയം. എപ്പോഴും ഫിറഔന്റെ അഹ്ലുകാർ, ബാത്തിലിന്റെ ശക്തികൾ, ശിർക്കിന്റെ അഹ്ലുകാർ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന തൗഹീദ്, ഇപ്പോൾ ഈ പറയുന്ന റിസാലത്ത്, ഇതൊന്നും ഞങ്ങളെ ഉപ്പുപ്പമാരോ മഹാന്മാരൊന്നും കേട്ടിട്ടില്ല. അവരൊക്കെ ഇവിടെ ജീവിച്ച് മരിച്ചുപോയവരാണ്, അവരൊക്കെ നരകത്തിലാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഇപ്പോഴും ആ ഫിറഔന്റെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് ഇപ്പോഴുമുള്ള മറുപടി അത് തന്നെയാണ്. ഇവിടുത്തെ കാരണവന്മാര് മരിച്ചുപോയി, കുറെ ശൈഖുനമാര് മരിച്ചുപോയി, മൗലാനമാര് മരിച്ചുപോയി, കുറെ തങ്ങന്മാര് മരിച്ചുപോയി. ഈ മരിച്ചുപോയ ആൾക്കാരുടെ ഈമാൻ പരിശോധിക്കാനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ സന്ദേശം എത്തിക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് റിസാലത്തിന്റെ ദൗത്യം.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മറുപടി കൊണ്ട് മാത്രം അവിടെ തീർത്തില്ല. ആരാണ് മാലിക്, ആരാണ് ഖാലിഖ്, ആരാണ് മുദബ്ബിർ എന്ന് ഫിറഔന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്തിന് മരിച്ചതിന് ശേഷം പിന്നെ അവനിക്ക് എന്ത് ബോധ്യപ്പെടല? അല്ല, അവനെ വെച്ചുകൊണ്ട് വരും ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെന്താ അല്ലാഹു തആല ചെയ്തത്? മൂസ അലൈഹി കരുക്കൾ നീക്കി, അല്ലാഹു തആല കരുക്കൾ നീക്കി കാര്യങ്ങൾക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹ്യ് നൽകി. അസ്രി ബി ഇബാദി ലൈല, മൂസ മുസ്ലിമീങ്ങളെയും കൂട്ടി രാത്രി തന്നെ നാട് വിട്ടോളണം, മുസ്ലിമീങ്ങളെയും കൂട്ടി രാത്രി തന്നെ രാജ്യം വിട്ടോളണം, ഫലസ്തീനിലേക്ക് പലായനം ചെയ്യണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് ഈ കാര്യം കൽപ്പിച്ചു. മുസ്ലിമീങ്ങളോട്, ഇസ്രായേലി മുസ്ലിമീങ്ങളോട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജനങ്ങളോട് ഈ കാര്യം അറിയിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ രണ്ട് ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് അന്ധമായി മൂസ നബിയെ അംഗീകരിക്കാനും അനുസരിക്കാനും തയ്യാറായി. അവരാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ഗ്രൂപ്പ്. മറുപക്ഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ന്യായീകരിക്കാൻ തയ്യാറായി. മൂസ എന്താണ് ഈ പറയുന്നത്? നമ്മളാണ് ഇവിടുത്തെ സ്വദേശവാസികൾ, നമ്മളാണ്, നമ്മളെ രാജ്യമാണ് ഈജിപ്ത്. ഇസ്ഹാഖ് നബി, ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകൻ യൂസുഫ്. പരമ്പരാഗതമായി ഈജിപ്ത് നമ്മുടെ അനന്തരാവകാശ നാടാണ്. ഫറോവ സമൂഹം പുറനാട്ടിൽ നിന്ന് അധിനിവേശക്കാരായിട്ട് വന്നതാണ്. അധിനിവേശക്കാരായി വന്ന് രാജ്യം ഭരിച്ച് നമ്മളെ അടിമകളാക്കി നിർത്തിയിരിക്കുകയാണ്. അവസാനം അള്ളാഹു നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ വഴിയിൽ സ്വാതന്ത്ര്യം തന്നപ്പോൾ നമ്മളെ നാടൊഴിവാക്കിയിട്ട് അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മളെ സ്ഥലം വിടണമെന്നാണോ മൂസ നിങ്ങൾ ഈ പറയണത്? മറുഗ്രൂപ്പ്, നമ്മളെ നാടല്ലേ ഈജിപ്ത്, നമ്മളല്ലേ ഇവിടുത്തെ ആദിവാസികൾ, നമ്മൾ ഈ രാജ്യം ഒഴിവാക്കിയിട്ട് ഫിറഔന് രാജ്യം വിട്ടുകൊടുക്കണം എന്നാണോ മൂസ പറയുന്നത്? അതെന്തൊരു ന്യായമാണ്? അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കർശനമായി ഇടപെട്ടു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എത്തിച്ചു തരുന്ന ജോലിയാണ് എനിക്ക്, അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒന്നിക്കിൽ അനുസരിക്കുക, അല്ലെങ്കിൽ അനുസരണം കെട്ടവരെ കൂട്ടത്തിൽ നശിക്കുക. നിർബന്ധത്തിന് വഴങ്ങി ആ ഗ്രൂപ്പും ആ യാത്രാ സംഘത്തോടൊപ്പം ചേർന്നു. നേരം വെളുക്കുമ്പോഴേക്കും അവർ എത്തിപ്പെട്ടത് ചെങ്കടലിന്റെ തീരത്താണ്. പലവാതിരി വഴികളിലൂടെ, താഴ്വരകളിലൂടെ, തെരുവുകളിലൂടെ, ചെരുവുകളിലൂടെ യാത്ര ചെയ്ത് യാത്രാസംഘം ഒന്നിച്ചൊരുമിച്ച് കടൽ തീരത്തെത്തി. അപ്പോഴേക്കും ഫറോവ തന്റെ അധികാരം ഉപയോഗിച്ച് മുസ്ലിമീങ്ങളെ ഭൂലോകത്ത് എവിടെയും ജീവിക്കാൻ സമ്മതിച്ചുകൂടാ. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയാൽ അവിടെയും ഇവര് പ്രശ്നക്കാരാണ്. ഭൂമിയിൽ എവിടെ ജീവിച്ചാലും മുസ്ലിമീങ്ങൾ അവരുടെ തൗഹീദ് പ്രബോധനം ചെയ്യും. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായാൽ അധികാരി വർഗത്തിനും പുരോഹിതന്മാർക്കും വമ്പിച്ച നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് ഇവരെ ഭൂമിയിലെ ജീവിക്കാൻ വിട്ടുകൂടാന്നും പറഞ്ഞ് പട്ടാളത്തെ സംഘടിപ്പിച്ച് ഫിർഔൻ മൂസ നബിയുടെ പിറകെ കൂടി. സൈന്യം പിറകുന്നു വരുന്നു എന്ന വാർത്തയാണ് അവർക്ക് ലഭിക്കുന്നത്. മുമ്പിൽ കടലും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിരിലുള്ള ഗ്രൂപ്പ് സജീവമായി. അനുസരണമുള്ളവർ, തൗഹീദ് തഹ്ഖീഖ് ചെയ്തവർ. എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഇടപെടലായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഇടപെടലിന് അള്ളാഹു സ്വീകരിക്കുന്നത് അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളായിരിക്കും. മൂസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ റസൂലുള്ളാഹ്. ഇതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്, അതാണ് അള്ളാഹുവിന് അറിയേണ്ടത്. ഭയങ്കരമായ പ്രശ്നങ്ങൾക്ക് അള്ളാഹു തആല ഭയങ്കരമായ പ്രശ്നങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അള്ളാഹു തആലക്ക് മറുപക്ഷം എന്ത് സംഭവിക്കുന്നു എന്ന് അറിയേണ്ടതേ ഇല്ല. കാഫിരീങ്ങളുടെ, മുശ്രിക്കീങ്ങളുടെ, മുൽഹിദീങ്ങളുടെ, ഭൂരിപക്ഷക്കാരുടെ, ബാത്തിലിന്റെ ശക്തികളുടെ, താവൂത്തിന്റെ ശക്തികൾ അവരെന്താ ഇവിടെ ആകുന്നതെന്ന് അള്ളാഹ്ക്ക് അറിയേ ചെയ്യേണ്ട. കാരണം അവരുടെ ഇൽമ് അള്ളാഹുവിന്റെ അടുക്കലാണ്. അള്ളാഹ് നിയോഗിച്ചയച്ചതാണ്, അള്ളാഹു തആല നിയോഗിച്ചയച്ചതാണ്. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ജിന്നി വൽ ഇൻസ്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ നബിമാർക്കും ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കൃത്യമായ ശത്രു നിരയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതാ. അപ്പൊ പിന്നെ യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? സയനിസം യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? ഫാസിസം യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസം യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? സോഷ്യലിസവും സെക്യുലറിസവും യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? ഭൂമിയിൽ ജീവിക്കുന്ന അതാത് കാലഘട്ടത്തിലെ കലിമക്ക് ഷഹാദ പറഞ്ഞ മുസ്ലിമീങ്ങൾ എത്രത്തോളം കലിമയോട് നീതി പുലർത്തുന്നുണ്ട് എന്ന് പരിശോധിക്കാനുള്ള അള്ളാന്റെ സംവിധാനങ്ങൾ മാത്രമാണ് ഇവകളൊക്കെ. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ഒരാളെയും ഇടപിടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇതാണ് അള്ളാഹു തആല സംഭവങ്ങൾ വിശദീകരിച്ച് തന്നുകൊണ്ട് നമ്മളോട് പറയുന്നത്. ന്യൂനപക്ഷം ഉറച്ചു നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നത്തിൽ ഇടപെട്ടു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉറച്ച തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ന്യൂനപക്ഷം, തൗഹീദിൽ ഉറച്ചു നിന്ന ന്യൂനപക്ഷം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രശ്നത്തിൽ ഇടപെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ അത് തെളിയിക്കും, വഅഷ്ഹദു അന്ന മൂസ റസൂലുള്ളാഹ്, ഈ പ്രശ്നത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു ഇടപെടുക, അള്ളാഹു അവൻ നിയോഗിച്ചയച്ച പ്രവാചകൻ നമ്മളോട് നിർദ്ദേശിച്ച ത്വരീഖ മൻഹജ് അനുസരിച്ച് അള്ളാഹു ഇടപെടുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഷഹാദയും നാം പാലിച്ചിരിക്കണം. മൂസ പ്രവാചകൻ എന്താണോ പറയുന്നത് അതനുസരിക്കാൻ അശ്ഹദു, ഞാൻ തയ്യാറാണ്. അതാണ് ന്യൂനപക്ഷം. തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ന്യൂനപക്ഷം, തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ന്യൂനപക്ഷം. അതെ അല്ലാഹു തആല ഭൂരിപക്ഷം പരിഗണിച്ചില്ല, ആ ന്യൂനപക്ഷത്തെ പരിഗണിച്ചു. അത്രേ അല്ലാഹുക്ക് ആവശ്യമുള്ളൂ. ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും മുവഹ്ഹിദീകളാകണമെന്ന നിർബന്ധം അല്ലാഹ്ക്കില്ല. പക്ഷെ അല്ലാഹു തആലക്ക് ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ യർലാ ലിഇബാദിഹിൽ കുഫ്ര, അടിമകൾക്ക് കുഫ്റിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. എല്ലാവരും മുഅ്മിനീങ്ങളാകണമെന്നത് അല്ലാഹുവിന്റെ ആഗ്രഹം. പക്ഷേ ആഗ്രഹം ഏകപക്ഷീയമായി അല്ലാഹ് അടിച്ചേൽപ്പിക്കുകയല്ല, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ തെരഞ്ഞെടുപ്പിന്റെ രീതി അനുസരിച്ച് അല്ലാഹു നൽകുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉറച്ച നിലപാടെടുത്തു. എന്താണ് ഉറച്ച നിലപാട്? നമ്മൾ പറയും പോലെ ഭൂരിപക്ഷത്തെ സംഘടിപ്പിക്കലാണോ, അതോ എതിർപക്ഷത്തെ തകർക്കാനുള്ള അസ്ബാബി ത്വാഖത്ത് സംഘടിപ്പിക്കലാണോ? പണവും ആയുധവും അധികാരവും സംഘടിപ്പിച്ച് കൈകാര്യം ചെയ്യലാണോ? എന്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്ത നിലപാട്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്ത നിലപാട് ഖല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. അതിന്റെ നിലപാട് ഖല്ലാ, അടങ്ങിയിരിക്കാനാണ് പറഞ്ഞത് നിങ്ങളോട്. ഇന്ന മഇ റബ്ബി, എന്റെ റബ്ബ് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ് ഞാൻ പാലിച്ചത്. ഇതൊരു ലെവലേശം എന്റെ തീരുമാനമില്ല, എന്റെ താല്പര്യമില്ല. അള്ളാഹുവിന്റെ താല്പര്യത്തെ ഏകപക്ഷീയമായി അനുസരിച്ചു കൊടുക്കുന്ന ജോലി മാത്രമേ എനിക്ക് കാര്യത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന മഇ റബ്ബി, എന്റെ ഒന്നിച്ചെന്റെ റബ്ബുണ്ട് എന്ന കാര്യം എനിക്ക് വളരെ കൃത്യമായി ഉറപ്പാണ്. സയഹ്ദീൻ, ഒട്ടും താമസിയാതെ എന്ന അർത്ഥത്തിലാണത്. സയഹ്ദീൻ, ഒട്ടും താമസിയാതെ എന്റെ അല്ലാഹു തആല എനിക്കൊരു വഴി തുറന്നു തരും. അതാണ് തഹ്ഖീഖ്, അതാണ് തൗഹീദ് തഹ്ഖീഖ്. നമ്മൾ പറയും എന്നാലും, നമ്മൾ അന്നുണ്ടെങ്കിലും മൂസാ നബിയിലൂടെ നമ്മൾ പറയും എന്നാലും, നമ്മളൊക്കെ തൗഹീദിന്റെ ആൾക്കാരാണെങ്കിലും നമ്മളും പറയും എന്നാലും മൗലവി സാഹിബേ എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. നമ്മൾ അന്നില്ലാത്ത അള്ളാഹ്. മുഹീദികളെ കഥ ഇതാ, പിന്നെയാണോ ഷിയാക്കളെ കഥ? ഇച്ചിരിയെങ്കിലും തൗഹീദിന്റെ അലിഫ്ബാത്ത പഠിച്ചവരെ സ്ഥിതി അതാണ്. ഭൂലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്ബാബിനെ മുടിനാരിടെ കീറി ചർച്ച ചെയ്ത് അതിനെ സ്കാൻ ചെയ്ത് ആ പ്രശ്നത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ആ പ്രശ്നത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ ഇടപെടലുകളെ എങ്ങനെയാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല ആരും. എല്ലാവരും അള്ളാഹുവിനെ മറക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ മനസ്സിൽ സ്വകാര്യമായി വെക്കുന്നു, അസ്ബാബുകളെ നാവുകൊണ്ട് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ പരാജയം. ഭൂലോകത്ത് മുസ്ലിം ഉമ്മത്ത് വീണ്ടെടുക്കപ്പെടാതെ പോകുന്നതിന്റെ യഥാർത്ഥ കാരണം അതാണെന്ന് ലോകം തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നടപടിക്രമങ്ങളെ അള്ളാഹു വളരെ കൃത്യമായി വരും ലോകത്തെ അറിയിച്ചത് ഇപ്രകാരമാണ്.
മൂസ നബി സ്വീകരിച്ച രീതി എന്താണ്? എന്റെ അള്ളാഹു കൽപ്പിച്ച കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെയും കൂട്ടിയിട്ട്. എനിക്ക് പ്രത്യേക പ്രോഗ്രാമും പോളിസിയും എന്റെ ബുദ്ധി അനുസരിച്ച്, എന്റെ അക്കലനുസരിച്ച്, അല്ലെങ്കിൽ എന്റെ മറ്റേതെങ്കിലും ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ അള്ളാഹു എന്നെ കൈവിടൂല എന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഇന്ന റബ്ബി സമഈ സയഹ്ദി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ തൗഹീദ് തഹ്ഖീഖ് ചെയ്യപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തൊരു ന്യൂനപക്ഷം അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായി മൂസ നബിയുടെ നേതൃത്വത്തിൽ. മൂസ നബിന്റെ റിസാലത്ത് അനുസരിച്ചോളാം ഏകപക്ഷീയമായി എന്ന് അള്ളാഹ്ക്ക് കരാറ് കൊടുത്തൊരു ന്യൂനപക്ഷത്തിന്റെ കരാർ അള്ളാഹു കബൂൽ ചെയ്തു. ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള ഷഹാദ, രണ്ടാമത്തത് മൂസ നബിന്റെ റിസാലത്തിലുള്ള ഷഹാദ. ആ രണ്ട് കരാറ് ഞങ്ങൾ പാലിച്ചോളാം എന്നുള്ള ഉറപ്പ് കൊടുത്ത സമൂഹത്തെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് മതിപ്പുണ്ടായി. അള്ളാഹു തആല അവന്റെ സൃഷ്ടി സമൂഹത്തിൽ പ്രഗത്ഭമായ ഒരു സൃഷ്ടിയാണ് ബഹറുകൾ. അംബഹറിൽ ഒന്നാണ് ചെങ്കടൽ. ആ ചെങ്കടലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയത് മൂസ പ്രവാചകൻ പ്രവർത്തിക്കുന്നതനുസരിച്ച് അനുസരിച്ചു കൊള്ളണമെന്ന്. അല്ലേ? എന്താണ് നമ്മൾ ആ കാര്യത്തിൽ അതൊന്നെന്താ ലോകത്തോട് പറയുന്ന നാണക്കേട് നമുക്ക് അള്ളാഹിനെ പറ്റി പറയാൻ? അത് പറയുമ്പോൾ അത് സൂഫിസായി പോകുന്നൊരു ഭയം. അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഖുദ്റത്തി ഇടപെടലുകളെ സംബന്ധിച്ചും പറയുമ്പോൾ അത് സൂഫിസമായി പോവോ? നമ്മൾ പുത്തൻ ആശയക്കാരല്ലേ? നമ്മൾ നവോത്ഥാനവാദക്കാരല്ലേ? നമ്മൾ ഉൽപ്പതിഷ്ണുക്കളല്ലേ? നമ്മളൊക്കെ അസ്ബാബുകളെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടവരല്ലേ? അള്ളാഹുവിന്റെ ഏകപക്ഷീയമായ ഖുദ്റത്ത് വെച്ചുകൊണ്ട് അഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് സൂഫിസം പോലെ പറയേണ്ടവരല്ലല്ലോ എന്ന ചിന്താഗതി അപകടത്തിൻ്റെതാ. ജൂതൻ ശീലിപ്പിച്ചത് അതാണ് മുസ്ലിം ബുദ്ധിജീവികളെ. മുസ്ലിമീങ്ങളെ രണ്ട് ബാത്തിലുകളാക്കി തിരിച്ചു ജൂതൻ. ആ രണ്ട് ബാത്തിലിന്റെ ഇടയിൽ ഹക്കിനെ അന്വേഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളും അനുയായികളും ഉമ്മത്തിലെ ഉലമാക്കളും നമ്മളെ പഠിപ്പിച്ചത്. ജൂതൻ രണ്ട് ബാത്തിലുകൾ ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്തിൽ. ഒരു ബാത്തിൽ എന്താണ്? പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും അപ്പുറത്ത് നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും യോജിക്കുന്ന രീതിയിൽ ഭൗതിക സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളെ സംവിധാനിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് കടക്കണ്ട എന്ന തിരുത്തൽവാദികൾ ഒന്നാമത്തെ ബാത്തിൽ. ജൂതനുണ്ടാക്കിയ രണ്ടാമത്തെ ബാത്തിൽ അള്ളാഹു പറഞ്ഞതുണ്ട്, ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുണ്ട്. അത് പോരാ നമുക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ മഹാന്മാരായ ശൈഖുകൾ പറഞ്ഞതും കൂടി വേണം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതിന്റെ അപ്പുറത്ത് ശൈഖന്മാരെ വക ഉഹുദ് മലയോളം കൂട്ടി ഇബാദത്തിൽ ഏർപ്പെടുന്ന രണ്ടാമത്തെ ബാത്തിൽ. ഇതും ജൂതൻ ഉണ്ടാക്കിയ ബാത്തിലാണ്. ഈ രണ്ട് ബാത്തിലുകൾക്കിടയിലാണ് ഹഖ്ഖും ബൈന ബാത്തിലൈൻ. ശൈഖുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചെന്ന വിഷയമാണ്. അതേപോലെ തന്നെ ഹിദായത്തും ബൈന ദലാലത്തൈൻ. ഒരാൾ ഹിദായത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ അന്വേഷിക്കേണ്ടത് എന്താണ്? രണ്ട് ദലാലത്തിന്റെ ഇടയിലായിരിക്കണം അയാൾ ഹിദായത്ത് അന്വേഷിക്കേണ്ടത്. രണ്ട് ദലാലത്ത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ജൂതൻ. എന്താണത്? ഒന്നാമത്തത് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അവന്റെ പ്രവാചകൻ അവന്റെ തിരുസുന്നത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ തിരുസുന്നത്തിൽ പറഞ്ഞു തന്നത്. അതിന്റെ അപ്പുറത്ത് വർത്തമാന കാലഘട്ടത്തിൽ സയൻസോട് യോജിപ്പിച്ചും ബുദ്ധിയോട് യോജിപ്പിച്ചും ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിനെയും കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദീൻ. ആ ദീനാണ് വർത്തമാന കാലഘട്ടത്തിൽ ബുദ്ധിപരമായി വിജയിക്കുക എന്ന ഒന്നാമത്തെ ദലാലത്ത്. രണ്ടാമത്തെ ദലാലത്ത് എന്താ? അല്ല പറഞ്ഞ പോലെ, അള്ളാന്റെ റസൂല് പറഞ്ഞ പോലെ ജീവിച്ചാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ല നമുക്ക് രക്ഷപ്പെടാനുള്ള ചില മഹാന്മാരെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അവര് പറയും പോലെ കഴിഞ്ഞാലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ, രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ല പറഞ്ഞതല്ല നമ്മൾ നോക്കേണ്ടത്, റസൂല് പറഞ്ഞതുമല്ല നോക്കേണ്ടത്, നമ്മളെ ഗുരുക്കന്മാര് പറഞ്ഞത് എന്താണ് നോക്കേണ്ടത്, അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന ദലാലത്ത്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഹിദായത്ത്. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അല്ലാഹു സ്വീകരിച്ച നടപടിക്രമം തൗഹീദ് തഹ്ഖീഖ് ചെയ്താൽ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹ് ഇടപെടൽ ഇങ്ങനെയായിരിക്കും എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഹി വന്നു. എന്താണ് മൂസ നബിക്ക് നൽകിയ വഹി? ഓ മൂസ, എന്താണ് കാര്യം? പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കല് തൗഹീദ് അനുസരിച്ചായിരിക്കണം.
പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കൽ റിസാലത്തനുസരിച്ചായിരിക്കണം. അപ്പൊ അള്ളാഹു കൽപ്പിച്ച കൽപ്പന മാത്രമേ പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രവാചകൻ നിശ്ചയിച്ച സുന്നത്ത് മാത്രമേ പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഭരണകൂടത്തിന്റെയോ ഭരണവർഗത്തിന്റെയോ പുരോഹിത വർഗത്തിന്റെയോ ബാത്തില് താഹൂത്തി ശക്തികളുടെയോ ഇടപെടലുകളെ ഇല്ലാതാക്കി മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താൻ മുസ്ലിമീങ്ങൾ കൂടിയിരുന്നെടുക്കുന്ന തീരുമാനത്തെ പ്രതിരോധമാക്കി കാണുന്നത് അപകടമാണ്. എന്താണ് അപകടം? അള്ളാഹുവിന്റെ നിശ്ചയത്തെ, അള്ളാഹുവിന്റെ ഇടപെടലുകളെ പ്രതീക്ഷിക്കാത്തൊരു സമൂഹം ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഷഹാദത്ത് ബാത്തിലാക്കിയ മുസ്ലിം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം അള്ളാഹു തആലാക്കില്ല. ഷഹാദത്ത് ബാത്തിലാക്കിയ മുഅ്മിനീങ്ങളോട് ഒരു ഉത്തരവാദിത്വം അള്ളാഹു തആലാക്കില്ല. ചിലപ്പോൾ അവരെക്കാൾ ഉത്തരവാദിത്വം ജൂതന്മാരോട് അല്ലാഹു കാണിച്ചെന്ന് വരും, ക്രിസ്ത്യാനികളോടല്ല കാണിച്ചെന്ന് വരും, ഹിന്ദുക്കളോടല്ല കാണിച്ചെന്ന് വരും, OBC കൂട്ടം ഷിയാക്കളോട് അല്ലാഹു കാണിച്ചെന്ന് വരും, മുവഹിദുകളോട് കാണിച്ചെന്ന് വരില്ല. കാരണം എന്താണ്? മുവഹിദുകളെ അല്ലാഹു തആല ആ രീതിയിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നവരാണ്. എന്നിട്ട് ഉയർന്ന ദർജയിൽ എത്തിച്ചവരാണ്. അവര് സ്വയം ആ ദർജ പൊളിച്ച് തകർന്നു പോയവരാണ്. അവരെ പരിഗണിക്കാൻ അല്ലാഹു തആല തയ്യാറല്ല. അതുകൊണ്ടല്ലേ ഒരു അടിസ്ഥാന മുശ്രിക്ക്, ഒന്നിക്കൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവൻ, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവൻ, അല്ലെങ്കിൽ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ആള്, അല്ലെങ്കിൽ ഒരു മജൂസി കുടുംബത്തിൽ ജനിച്ച ആള്, അയാൾ മജൂസിയായി, ക്രിസ്ത്യാനിയായി, ജൂതനായി 75 കൊല്ലായി ജീവിക്കുകയാണ്. 75 കൊല്ലായിട്ട് ജീവിക്കുകയാണ്. ഈ 75 കൊല്ലം ജീവിച്ച് 75ാമത്തെ വയസ്സിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്നിക്കൽ അള്ളാഹുവിനെ അറിയാൻ ഉപയോഗിക്കുന്ന അള്ളാഹുവിന്റെ ഹിസ്സിയായ അറിവുകൾ, അനുഭവജ്ഞാനങ്ങൾ, അല്ലെങ്കിൽ നഖലിയായ തെളിവുകൾ വായിച്ച് പഠിച്ചിട്ടുകൊണ്ടുള്ള ഇൽമുകൾ, അല്ലെങ്കിൽ അക്കലിയായ ബുദ്ധിപരമായ അറിവുകൾ, അല്ലെങ്കിൽ ഫിത്തരിയായ പ്രകൃതിപരമായ അറിവുകൾ കിട്ടി. അയാൾക്ക് ദീനുൽ ഇസ്ലാം കൊള്ളാമെന്ന് തോന്നുമ്പോ തന്നെ പിന്നെ അള്ളാഹുവിന്റെ പ്രസിംഗ് വരാൻ തുടങ്ങും, അള്ളാഹുവിന്റെ തള്ളല് വരാൻ തുടങ്ങും. പിന്നെ അയാൾക്ക് കലിമ ചൊല്ലിയേ പറ്റൂ. അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി ആണയിട്ടു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നു മുതൽ അങ്ങോട്ട് ഞാൻ ഇടപെടിപ്പിക്കുന്ന എന്റെ അള്ളാഹനെ മാത്രമായിരിക്കും, ഇതുവരെ ഞാൻ ഇടപെടിച്ചതിനെ കംപ്ലീറ്റ് ഞാൻ തള്ളുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതുവരെ ഞാൻ പലരെയും പിന്നാലെ പോയി, ഒരുപാട് സ്വാമിമാരെ പിന്നാലെ, മഹർഷിമാരെ പിന്നാലെ, അച്ഛന്മാരെ പിന്നാലെ, പുരോഹിതന്മാരെ പിന്നാലെ, മറ്റേതെങ്കിലും പണ്ഡിറ്റുകളെ പിന്നാലെ, ജ്യോത്സ്യന്മാരെ പിന്നാലെ, അങ്ങനെ പലരുടെയും പിന്നാലെ പോയി. ഇല്ല, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല, സകലതും ഞാൻ തള്ളുന്നു. മുഹമ്മദ് എന്ന പ്രവാചകന്റെ പിന്നാലെ മാത്രമേ ഞാൻ പോവുള്ളൂ. ഇനി അശ്ഹദു. ഒരു കൊല്ലം അദ്ദേഹം ആ പാതയിൽ ജീവിച്ചു. ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചു. ആ ഒരു കൊല്ലത്തെ അമലനുസരിച്ച് അയാൾ സ്വർഗത്തിലാണ്. 75 കൊല്ലത്തെ പറ്റി അള്ളാഹു പരിഗണിക്കുന്ന, ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. അയാള് കലിമ ചൊല്ലിയ ആ നാൾ 75 വർഷം അയാളെ കാലഘട്ടം അയാളെ ഫയലിൽ നിന്നല്ല നീക്കുന്നു. ഒരു കൊല്ലം മാത്രം ഭൂമിയിൽ ജീവിച്ച് മരിച്ചാളായിട്ട് നാളെ ആഖിറത്തിൽ അയാൾ എത്തിക്കുന്നു അല്ലാഹു തആല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫള്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടുംബബന്ധം കൃത്യമായി പാലിക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ നേരത്തെ. പാപങ്ങളെയും സാധുക്കളെയും യതീമുകളെയും സംരക്ഷിക്കുന്നവനായിരുന്നു ഞാൻ. ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുന്നവനും വിശന്നവന് ഭക്ഷണം കൊടുക്കുന്നവനുമായിരുന്നു ഞാൻ. അത് പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഇസ്ലാം വൈകി. ഇപ്പോൾ ഞാൻ മുസ്ലിമായിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, സൽക്കർമ്മങ്ങൾ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കുമോ, പരിഗണിക്കുമോ നബിയെ? അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് അദ്ദേഹത്തോട് പറയുന്നത്, അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ബർക്കത്ത്, തൗഹീദിന്റെ ബർക്കത്ത്. അസ്ലംത, നീ മുസ്ലിമായിരിക്കുന്നത് അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, നിന്റെ ജീവിതത്തിൽ ഇന്നലകളെ നീ ചെയ്തു കൂട്ടിയ സകല നന്മകളും
അത് മുഴുവനും ഇന്നത്തെ ദിവസത്തോടെ നിന്റെ റെക്കോർഡിൽ പൂർത്തിയായും അംഗീകരിച്ചുകൊണ്ടാണ് നീ മുസ്ലിമായിരിക്കുന്നത്. അതിന്റെ ഒക്കെ പ്രതിഫലം നിനക്ക് നാളെ കിട്ടും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുല്ലാഹി ഇബ്നു ജുദാനെ സംബന്ധിച്ച് ചോദിച്ചു, യാ റസൂലല്ലാഹി, അബ്ദുല്ലാന്റെ കഥ എന്താകും? അദ്ദേഹത്തെ പോലെ പുണ്യം ചെയ്തൊരു മനുഷ്യൻ ഭൂലോകത്തുണ്ടാവൂല. അദ്ദേഹത്തെ പോലെ കുടുംബ ബന്ധം സിലത്തുർ റഹിം പാലിച്ച ഒരാള്, അദ്ദേഹത്തെ പോലെ യതീമുകളെ സംരക്ഷിച്ച ഒരാള്, അദ്ദേഹത്തെ പോലെ വിശന്നവന് ഭക്ഷണം കൊടുത്ത ഒരാള് വേറെ കാണാനില്ലല്ലോ നബിയെ. അത് എന്തെങ്കിലും അയാൾക്ക് കിട്ടുമോ നബിയെ? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ആയിഷ, മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പെങ്കിലും അല്ലാഹ് എനിക്ക് ഇതിനൊക്കെ നാളെ ആഖിറത്തിൽ യൗമുദ്ദീനിൽ പ്രതിഫലം തരികയും ചെയ്തു പോയ തെറ്റ് പുറത്തു തരികയും ചെയ്യണമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ അയാൾ അവസരമുണ്ടാക്കിയിരുന്നുവെങ്കിൽ അത് കിട്ടുമായിരുന്നു ആയിഷ. അല്ലാതെയാണ് അയാൾ മരിച്ചുപോയത്. ഇതൊന്നും കിട്ടുകയില്ല ആയിഷ. എങ്ങനെയുണ്ട്? രണ്ട് വിശദീകരണം എങ്ങനെയുണ്ട്? ഒന്ന് തൗഹീദിന്റെ ഫളിലാണ്, രക്ഷപ്പെടുന്ന രീതി. മറ്റേത് കുഫറിന്റെയും ശിർക്കിന്റെയും കാഠിന്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചു വീണത് ഇസ്ലാമിലാണ്, മുസ്ലിമിന്റെ കുടുംബത്തിലാണ്. കലിമത്തു ഷഹാദ ചെറുപ്പം മുതലേ പഠിച്ച ആളാണ്. പരമ്പരാഗതമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറഞ്ഞ ആളാണ്. പരമ്പരാഗതമായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ഷഹാദത്ത് പറഞ്ഞ ആളാണ്. അയാൾ അത്യാവശ്യമൊക്കെ നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ അയാൾ ജീവിച്ചു ഒരു 10-75 കൊല്ലം. 75-ാമത്തെ വയസ്സിൽ വേറെ ഏതോ ഒരു ബുദ്ധിജീവിയുടെ ബുദ്ധിപ്രസംഗം കേട്ടു, നിരീശ്വരവാദിയുടെ നിരീശ്വര പ്രസംഗം കേട്ടു, അതല്ലെങ്കിൽ മതവാദിയുടെ മതപ്രഭാഷണം കേട്ടു, ജാറവാദിയുടെ ജാറപ്രഭാഷണം കേട്ടു. 75-ാമത്തെ വയസ്സിൽ അയാൾക്ക് തോന്നി, ഞാൻ ഇതുവരെ വിശ്വസിച്ചതല്ല ശരി, ഈ പുരോഹിതൻ പറഞ്ഞ ഈ പ്രസ്ഥാനമാണ് ശരി എന്നും പറഞ്ഞിട്ട് അയാൾ അതിലേക്ക് പോയി. 5 വർഷം അതിലങ്ങ് കഴിച്ചുകൂട്ടി. 80-ാമത്തെ വയസ്സിൽ അയാൾക്ക് തോന്നി, ഇതെല്ലാം ശരി, നേരത്തെ ഉള്ളത് തന്നെയാണ് ശരി, ഇതൊക്കെ പോക്ക. ഉള്ളിക്കേറുമ്പോഴാണ് കഥ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തിരിച്ച് ഞാൻ പഴയതിലേക്ക് തന്നെ പോകുന്നു. അയാൾ യുദ്ധത്തിന്റെ കലിമ ചൊല്ലി തിരിച്ചു വന്നു. അയാളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ നടപടി 5 കൊല്ലത്തെ നിസ്കാരം അയാൾ ഖളാ വീട്ടിട്ട് തിരിച്ചു വരണം. 5 കൊല്ലത്തെ സക്കാത്ത് അയാൾ കടം വീടണം. 5 കൊല്ലത്തെ മുഴുവൻ അമലുകളും അയാൾ തിരിച്ചു പിടിക്കണം. ആ 5 വർഷം പാഴായി പോയിട്ടുണ്ട്. അല്ല എങ്കിൽ ഇതൊരു പുതിയ വരവായിട്ട് അയാളെ പരിഗണിക്കുന്ന പ്രശ്നമില്ല. ആരോട് അല്ലാഹു തആലക്ക് ദേഷ്യം കൂടുതൽ? 75 കൊല്ലം ക്രിസ്ത്യാനിയെ ജീവിച്ചവനോടോ? 75 കൊല്ലം ഹിന്ദുവായി ജീവിച്ചവനോടോ? അതോ 75 കൊല്ലം മുസ്ലിമായിട്ട് 1 കൊല്ലം അപ്പുറത്തേക്ക് പോയി പിന്നെ തിരിച്ചു വന്നവനോടോ? ആരോടാണ് അല്ലാഹു തആലക്ക് വെറുപ്പ്? മാത്രമല്ല, നേരത്തെയുള്ള 75 കൊല്ലം ഫുള്ളി അല്ലാഹു തആല മായ്ച്ചു കളയും കിതാബിൽ നിന്ന്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. 75 കൊല്ലത്തെ അമലും ഫയലിൽ നിന്ന് അല്ലാഹു തആല ഡിലീറ്റ് ചെയ്ത് കളയും. ഒന്നും ഉണ്ടാവില്ല. പ്രായപൂർത്തി തൊട്ട് ഇങ്ങോട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകത്തോട് നാം പറയുന്നത്, മുസ്ലിമായ ഒരു മനുഷ്യൻ ജാറങ്ങളിൽ കയറി ഇറങ്ങുന്നവനാണെങ്കിൽ, അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്ത വ്യക്തികളെയോ ശക്തികളെയോ വലിയകളെയോ ശൈഖുകളെയോ ജിന്ന് മലക്കുകളെയോ അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെയോ വസ്തുക്കളെയോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റ് സംവിധാനങ്ങളെയോ അല്ലാഹുവിന്റെ പകരക്കാരായോ അല്ലാഹുവിന്റെ പാർട്ണർമാരായോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സഹായിക്കാനുള്ളതാണെന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ അള്ളാഹിനോട് ഇവരൊക്കെ ശുപാർശ പറയുമെന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇടയ്ക്ക് നിർത്തിയാൽ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന വിശ്വാസത്തിലോ എന്തെങ്കിലും രീതിയിൽ ഈ വിശ്വാസം ഒരു മുസ്ലിമിനുണ്ടായാൽ അന്നത്തെ ദിവസം മുതൽ അയാള് പ്രായപൂർത്തിയെത്തിയിട്ട് ഇതുവരെ നിസ്കരിച്ച മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്. പ്രായപൂർത്തിക്ക് ശേഷം ഇതുവരെ നിസ്കരിച്ചോറ്റ മുഴുവൻ നോമ്പും ബാത്തിലാണ്. പ്രായപൂർത്തിക്ക് ശേഷം ഇതുവരെ കൊടുത്ത സകല സകാത്തും സകല ഹജ്ജും ബാത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞത്.
ദീനുൽ ഇസ്ലാം കിട്ടിയതിന് ശേഷം, ഈമാൻ കിട്ടിയതിന് ശേഷം കടുകടുത്ത ഭാഷയിലല്ലേ സ്വഹാബാക്കളിൽ ചിലരോട് അല്ലാഹു തആല സംസാരിച്ചത്? കഫർതും ബഅദ ഈമാനിഹിം, കഫർതും ബഅദ ഈമാനിക്കും, കഫറു ബഅദ ഈമാനിഹിം. തബൂക്കിലേക്കുള്ള യാത്രാ മധ്യത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കളിയാക്കിയ ചില മുനാഫിക്കുകളായ സഹബാക്കൾ, അഷ്റഫുൽ ഖൽഖിനോട് അന്ധമായി അനുസരണം പ്രഖ്യാപിച്ച സ്വാലിഹീങ്ങളായ ചില സഹാബാക്കളെ പറ്റി ഇവർ കുറവുകളും കളവുകളും പറയാൻ തുടങ്ങിയ വഴിയാത്രയിൽ ഒരു പരിഹാസം എന്നുള്ള നിലയ്ക്ക് മുഹമ്മദിന് എന്ത് പറ്റി? കുറെ ചാപ്പാട്ട് രാമന്മാരായ ഭയറ്റന്മാരായ ഖുറാകളെയും കൂട്ടിയിട്ടാണ് മുഹമ്മദിന്റെ ഈ പോക്ക്, കുറെ ഹാഫിളീങ്ങളെയും കൂട്ടിയിട്ടാണ് മുഹമ്മദിന്റെ ഈ പോക്ക്. മുഹമ്മദിന് എന്ത് പറ്റിപ്പോയി? അഥവാ യുദ്ധം തുടങ്ങിയാൽ ഈ തീറ്റിപ്പണ്ടാരങ്ങളൊക്കെ ഓടാൻ തുടങ്ങും. ഇവരെ കിറാത്തും ഇവരെ ഇഫ്തും ഇവരെ നിസ്കാരവും ഇവരെ ഭക്തിയും എന്ത് കണ്ടിട്ടാണ് ഈ മുഹമ്മദ് കൂട്ടിയിട്ട് പോകുന്നത്? അല്ലാഹു അക്ബർ. ജുലാസ് അയാളാണിത് പറഞ്ഞത്. അയാളുടെ ഒരു പറക്കാത്ത മോനുണ്ട്, അയാളുടെ ഭാര്യന്റെ മകൻ ആമിർ ബിൻ ഖൈസ്, ചെറുപ്പക്കാരനാ. റസൂലുള്ളാഹി തങ്ങളോട് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന വാക്കുകളൊക്കെ ഇയാള് പറയുന്നുണ്ട്. അവര് വന്നു, റസൂലുള്ളാഹി തങ്ങളെ വിളിപ്പിച്ചു. അവര് സത്യം ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അതാ അല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നു, ഓ മുഹമ്മദ് നബിയെ, അവര് സത്യം ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം. അവര് പറഞ്ഞിട്ടുണ്ട് നബിയെ. അവരുടെ ഈമാനിന് ശേഷം അവർ കാഫിറുകളായിരിക്കുകയാണ് നബിയെ. അവരെ വിട്ടേക്കണ്ട നബിയെ, കൊന്നുകളയണം നബിയെ. ആരോടാ പറയുന്നത്? ആരെപ്പറ്റി? പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ നടപടിയെടുത്തില്ല. എന്താ കാര്യം എന്നറിയോ? ഉമർ ഫാറൂഖിനെ പോലെ, ഉമർ ഫാറൂഖിനെ പോലുള്ള മഹാന്മാർ ഇടപെട്ടു കൈകാര്യം ചെയ്യണമെന്ന്. പണ്ട് ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് വന്ന വസ്തുക്കൾ ഓഹരി വെക്കുന്ന സമയത്ത് നീതി പാലിക്കാൻ പറഞ്ഞ അയാളെ പറ്റി പറഞ്ഞതുപോലെ അശബൂർക്ക് പറഞ്ഞു, വേണ്ട, മുഹമ്മദ് സ്വന്തം അനുയായികളെ കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയും, വിട്ടേക്കിൻ, അല്ലാഹ് എടുക്കട്ടെ തീരുമാനം എന്ന്. പക്ഷെ അള്ളാഹു പറഞ്ഞു അവർ കാഫിരീങ്ങളാണ്. ചെറിയ കാര്യമാണ്. സഹാബാക്കളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സഹാബാക്കളെ പറ്റി ഹിദായത്ത് കിട്ടിയതിന് ശേഷം അതിനെ ബാത്തിലാക്കി കളയുന്ന സമൂഹത്തോടാണ് അല്ലാഹു തആലക്ക് വെറുപ്പ്, കടുത്ത വെറുപ്പ്. അല്ലാഹുവിന്റെ ദീനിൽ ഷഹാദത്ത് പറഞ്ഞു വന്ന ഒരാൾ, അല്ലാഹുമായി കരാറിൽ ഏർപ്പെട്ട ഒരാൾ, ആ കരാറിൽ ലംഘിച്ച് അല്ലാഹു അല്ലാത്തവരിലേക്ക് നീങ്ങിയാൽ, അവന്റെ ദീനിനെ അവൻ പകരമാക്കിയാൽ അവനെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ, കൊന്നുകളയണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശരീഅത്തി സംവിധാനമുണ്ടെങ്കിൽ അത്ര കടുത്ത നടപടി മുസ്ലിമീങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വിടുന്നവരുടെ കാര്യത്തിൽ അല്ലാഹു തആല സ്വീകരിച്ചത്, അത് അത്രയും കടുത്ത നടപടി മറ്റുള്ളവരുടെ കാര്യത്തിലില്ല. അടിസ്ഥാന മതക്കാരുടെ കാര്യത്തിൽ അത്രയും കടുത്ത നിലപാടുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കിയേ പറ്റൂ. അറബി ഭാഷയിലാണ് പേര്. ഒസാൻ കാലിഞ്ച് നീളത്തിൽ മുറിച്ചടഞ്ഞിട്ടുണ്ട്. ഒരു വയസ്സുകാരൻ കല്യാണം പ്രായമായപ്പോൾ കാവ്യാര് വന്നിട്ട് വിസ്മീൻ ചൊല്ലിയിട്ടാണ് സഫ്വത്തുക്ക വന്നിട്ട് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മരിച്ചാൽ ഏതോ ആചാര്യ പണ്ട് വഖഫ് ചെയ്ത ഖബർസ്ഥാനിൽ 6 മണ്ണിന്റെ ഫ്രീ അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവനെ പറ്റി ഒന്നും പറയണ്ട. ഇതൊന്നും ഇല്ലാത്ത മറ്റവനെ പറ്റി നമുക്ക് പറയാൻ സ്റ്റേജ് കെട്ടിയിട്ട് ഇല്ല. ഇവനെ പറ്റിയാണ് പറയുന്നത്. 313 മുർസലീങ്ങളെയും അല്ലാഹു തആല അയച്ചത് ഈ പറയപ്പെട്ട യോഗ്യതകളുള്ളവരിലേക്കാണ്. ഞാൻ ഈ പറയുന്ന അറബി ഭാഷയിൽ പേരുള്ള മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത ആ സമൂഹത്തെ നന്നാക്കാനാണ് അല്ലാഹു തആല 313 മുർസലീങ്ങളെ നിയോഗിച്ചത്. അടിസ്ഥാന കാഫിരീങ്ങളെയോ അടിസ്ഥാന മുശ്രിക്കീങ്ങളെയോ അല്ല പ്രവാചകന്മാരുടെ ആദ്യത്തെ അഭിസംബോധിതർ, മറിച്ച് പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അത്ര കടുത്ത നയമാണ് അല്ലാഹു അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. എന്താ കാര്യം? അത്ര വലിയൊരു മുസ്കയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനോട് വില കൽപ്പിച്ചിട്ട് അല്ലാഹു സഹിക്കൂല. فقد استمسك بالعروة الوثقى ومن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. അല്ലാഹുവല്ലാത്ത മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ എന്തിനെയൊക്കെയാണോ ജീവിത വ്യവഹാരങ്ങളിൽ ഒരുത്തൻ ഇടപെടിപ്പിക്കുന്നത് അവകളെ മുഴുവനും തള്ളുക. എന്നിട്ട് വയുമിൻ ബില്ലാഹ്, അല്ലാഹനെ മാത്രമേ ഇടപെടിപ്പിക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. ഈ തീരുമാനം അവൻ പിടിച്ചിരിക്കുന്നത് ബിൽ ഉർവത്തിൽ വുസ്ഖാ, പൊട്ടാത്ത കയറാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ തൗഹീദിനെ പറ്റി പറഞ്ഞത്. എന്നിട്ടും അതിനെ നാം പൊട്ടിച്ചാൽ അല്ലാഹു എങ്ങനെ സഹിക്കും? എന്നിട്ടും മുസ്ലിമീങ്ങളായ നാം അതിനെ പൊട്ടിച്ചാൽ അല്ലാഹു എങ്ങനെ സഹിക്കും?
അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന സംഭവങ്ങളെ വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മ വിലയിരുത്തേണ്ടത് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹം ഏത് രീതിയിലാണ് അവർ അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദത്തിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതനുസരിച്ച് വേണം മുസ്ലിം ലോകം വളരാൻ. അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെട്ടു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കപ്പെട്ട അതിന്റെ കാര്യം കൽപ്പിക്കപ്പെട്ട കാര്യം ബുദ്ധിയാകുന്ന സ്കാനിംഗ് മെഷീൻ ഇട്ടിട്ട് തൂക്കി നോക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതൊക്കെ കാര്യങ്ങൾ നടക്കാൻ പര്യാപ്തമാണോ എന്ന് ചിന്തിച്ചിട്ടാണോ മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കുന്നത്? അവരെ ബുദ്ധിക്കും സയൻസിനും ഒക്കെ യോജിച്ചാൽ പ്രവർത്തിക്കുന്ന ശൈലിക്കാരാണോ, അതോ ഏകപക്ഷീയമായി കൽപ്പന നടപ്പിലാക്കുകയാണോ മുസ്ലിമീങ്ങളെ ജോലി? ഇത് പരിശോധിക്കാൻ അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞത്. നല്ലത് അല്ലാഹു തആല അവന്റെ മുത്തലക്കി കുദ്റത്ത് കൊണ്ട് അവന്റെ മുത്തലക്കായ കുദ്റത്ത് ഉപയോഗിച്ച് ഏകപക്ഷീയ കഴിവ് ഉപയോഗിച്ച് കടലിനെ പിളർത്താൻ അല്ലാഹുക്ക് കഴിയാഞ്ഞിട്ടല്ല മൂസാ നബിയോട് അടിക്കാൻ പറഞ്ഞത്. മൂസാ നബിയും ഒന്നിച്ച് തൗഹീദ് തഹ്ഖീഖ് ചെയ്തവർ തന്നെയും ഒരു വടി കൊണ്ടടിച്ചിട്ട് എന്താവാനാണ് ചിന്തിക്കുന്നുണ്ടോ, അതോ അല്ലാഹുവിന്റെ കൽപ്പനയിൽ കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അല്ലേ? എന്താ അല്ലാഹു തആല പറഞ്ഞത്? ഇദ്രിബ് ബിഅസ്വാക്കൽ ബഹർ, ഇദ്രിബ് ബിഅസ്വാക്കൽ ബഹർ. ഓ മൂസ, എപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്? പ്രതിസന്ധി ഘട്ടത്തിൽ. ഒരു ഭാഗത്ത് കൂറ്റൻ തിരമാലകൾ അടിച്ചു വരുന്ന കടല്, മറുഭാഗത്ത് ഫറോവാന്റെ പട്ടാളം അതിനേക്കാൾ വലിയ തിരമാലയായിട്ട് വരുന്നു. മധ്യത്തിൽ ഇരുന്ന അള്ളാന്റെ ഇടപെടൽ മാത്രം ഇങ്ങനെ ഇഞ്ചിനിഞ്ചായി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു തആല വിളിച്ചു പറയുന്നത്, ഇദ്രിബ് ബിഅസ്വാക്കൽ ബഹർ. നിന്റെ വടി ഉപയോഗിച്ച് നീ കടലിലൊന്ന് അടിക്കുക മൂസ. നീ വടി കൊണ്ടടിച്ചിട്ട് വേണമെങ്കിൽ രക്ഷപ്പെടാൻ. ഇത്തിരി വലിയ കടലിൽ വടി കൊണ്ടടിച്ചിട്ട് പോയത്ര പൊട്ടത്ര പറഞ്ഞു ഏതൊരു ഉൽപ്പതിഷ്ണു പ്രസംഗിച്ചില്ലേ, ഇസ്ലാം അനുസരിച്ച് പോക്കെല്ലാം വലിയ. അതേ സുഹൃത്തുക്കളെ, ബാത്തിൽ നന്നായിട്ട് വളരുന്ന ഉമ്മത്തിന്റെ ഉള്ളകത്ത് അത് പലതിന്റെയും കൊലത്തിലാകാം, എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കൊലത്തിലാവാം, മറ്റ് പലതരത്തിലുള്ള ഉൽപ്പതിഷ്ണു കോലത്തിലുമാവാം. അതെ, ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ട വൃത്തികെട്ട സമൂഹത്തിന്റെ പിൻഗാമികൾ ഈ സമുദായത്തിൽ ഒന്നുകൂടി വരികയാണ്. ഉമ്മത്ത് തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടും താമസിച്ചില്ല. കൽപ്പന വരേണ്ട താമസം. കയ്യിലൊരു വടിയുണ്ട്. നേരത്തെ തൂരിസീനായിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച് വിജയിച്ചു കൊടുത്ത വടി. അമ്പടി കൊണ്ടങ്ങ് അടിച്ചു. എല്ലാം ക്ലിയറായി. ഈമാനും ക്ലിയറായി, അമാലും ക്ലിയറായി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാൻ ക്ലിയറായി. എപ്പോൾ? ഇന്ന മഈ റബ്ബി സയഹ്ദി. ഈമാൻ ക്ലിയറായി, അമലും ക്ലിയറായി. എപ്പോൾ? കൽപ്പന വരേണ്ട താമസം അടിച്ചു. രണ്ടും ക്ലിയറായപ്പോൾ അല്ലാഹു പ്രശ്നത്തിൽ ഇടപെട്ടു. സമുദ്രത്തെ പിളർത്തി. വകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. സമുദ്രം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നപ്പോൾ ഓരോ ഭാഗവും മലന്തിട്ട പോലെ ഉയർന്നു നിന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. വലിയ മലന്തിട്ട പോലെ മാറി നിന്നു. മധ്യത്തിൽ വഴിയായി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അനുയായികളോടും നടന്നോളാൻ പറഞ്ഞു. ഓരോരുത്തരും നടന്നു, വളരെ സ്പീഡിൽ നടന്നു. 12 വഴികളാണ് കടലിൽ ഉണ്ടായത്. ഓരോരുത്തരും അക്കരെ എത്തി. 12 അവസാനത്തെ ആളും അക്കരെ എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതനുസരിച്ച് ഈ കടൽ ആരതാണ് എന്ന് ഫിറൗന് കാണിച്ചു കൊടുക്കണം. ഈ സമുദ്രം ആരുടെ നിയന്ത്രണത്തിലാണെന്ന് കാണിച്ചു കൊടുക്കണം. പണ്ഡിറ്റ് ഫിറൗൻ പറഞ്ഞിട്ടുണ്ട്, قال فرعون ونادى فرعون في قومه قال يا قوم أليس لي ملك مصر. ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനാണ് മൂസ, ഞാനാണല്ലേ ജനങ്ങളെ. വഹാദിഹിൽ അൻഹാറു, ഈ ചെങ്കടലിൽ നൈൽ നദിയൊക്കെ ഒഴുകുന്നത് തജ്രി മിൻ തഹ്തി, എന്റെ രാഷ്ട്രീയാധിപത്യത്തിന്റെ മിടുക്കിലാണ്. നിങ്ങൾ അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഈ മൂസ പറയുന്ന അല്ലാഹുവിന്റെ കയ്യിലാണോ കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് എന്താ ബോധമില്ലാത്തത്? അതേ, ബോധമുണ്ടോ ഇല്ലോ എന്ന് തെളിയിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചു. അല്ലാഹു അത്രയും കൊണ്ടുള്ളൂ. ഇവിടെ വേറെ കാര്യമൊന്നും കാര്യത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇപ്പൊ തെളിയിച്ചത്? ഫിറഔനും ഫിറഔന്റെ അനുയായികൾക്കും ആരാണ് ഈ ചെങ്കടലിന്റെ ഉടമസ്ഥൻ കാണിച്ചു കൊടുക്കണം. അത് എപ്പം കാണിച്ചു കൊടുത്തോണ്ടിരിക്കും അല്ലാഹു തആല. ഫറോവ പറഞ്ഞു തന്റെ ജനങ്ങളോട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വഴികൾ ഉപയോഗിച്ചിട്ടാണ് മൂസ ജനങ്ങളെയും കൂട്ടി രക്ഷപ്പെട്ടത്. വിട്ടുകൂടാ.
ഇറങ്ങിക്കോളി, ഞാനല്ലേ മുമ്പിലുള്ളത്. ഫിറൗൻ ഇറങ്ങി, അനുയായികളും ഇറങ്ങി. അവസാനത്തെ മെമ്പറും വഴിയിൽ നീക്കപ്പെട്ട വഴിയുടെ ഒത്ത നടുവിലെത്തിയപ്പോൾ കംപ്ലീറ്റ് ക്രോസ്. സമുദ്രത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ബോധ്യപ്പെട്ടില്ല എല്ലാവർക്കും? സമുദ്രത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് ബോധ്യപ്പെട്ടില്ല ഇപ്പോഴും? ഫിറൗന്റെ ഈജിപ്ത് മുതൽ ന്യൂസിലാൻഡ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ ഇടപെടലുകൾ മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാ. ന്യൂസിലാൻഡിൽ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അമേരിക്കയിലോ റഷ്യയിലോ ഇന്ത്യയിലോ എന്തൊക്കെ നടക്കുന്നു നമുക്ക് വിഷയമല്ല. ഭരണകൂടം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതിയുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഭരണാധികാരികളുടെ കൽബിന്റെ റബ്ബ് അള്ളാഹുവാണ്. ഭരിക്കുന്നവന്റെ സകല സ്വത്തെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അവരെ കയ്യിൽ ഭരിക്കാൻ ഏൽപ്പിച്ച അസ്ബാബുകളുടെ മാലിക് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ എത്രത്തോളം സ്വാധീനിച്ച് നിൽക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ, ഇതേ അള്ളാഹ്ക്ക് അറിയേണ്ടതുള്ളൂ. അസ്ബാബി താഖത്തിന്റെ പിറകിൽ മുസ്ലിം ഉമ്മത്ത് എത്രത്തോളം ശക്തരാണ് എന്ന് അള്ളാഹ്ക്ക് അറിയണ്ട. അള്ളാഹ്ക്ക് അറിയേണ്ടത് ഇവർ അള്ളാഹ്ക്ക് കൊടുത്ത കരാറിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് മാത്രമേ അള്ളാഹ്ക്ക് അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിൽ നടന്ന വെടിവെപ്പായാലും ലോകത്ത് എവിടെ നടന്ന വെടിവെപ്പായാലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പേ മൂസ നബി ജനിക്കരുത് എന്ന് പറഞ്ഞ് 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല ചെയ്ത ഫിർഔൻ, ഇബ്രാഹിം നബി ജനിക്കുന്നതിന് മുമ്പേ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് കുട്ടി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം വരാതിരിക്കാൻ അന്ന് ഇറാഖിലെ പ്രസവിക്കപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങളെ 10,000-കണക്കിന് കൊന്നൊടുക്കിയ നമ്രൂദ്. ഇതൊക്കെ ഈ സമൂഹത്തിന്റെ പൂർവ്വചരിത്രങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിലെ പള്ളിയിൽ വധിക്കപ്പെട്ട 50 പേരല്ല നമുക്കിവിടെ വിഷയം. അവർ ഓരോ കർബലകളും ഇസ്ലാമിനെ കൊല്ലാനായിരുന്നു. പക്ഷേ കർബലകൾ കഴിയുമ്പോൾ അതിന്റെ പേരിൽ ഇസ്ലാം ജീവിച്ച ചരിത്രമേ ലോകത്തുള്ളൂ. അല്ലേ ഞങ്ങളെ മഹാന്മാര് പറഞ്ഞത്? ചരിത്രം പരിശോധിച്ചു നോക്കി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വം അല്ലേ? അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്വർഗ്ഗവാസികൾ എന്ന് വിശേഷിക്കപ്പെട്ടവരല്ലേ ഇവരെ? ബഹുമാനപ്പെട്ട ഈ സഹാബാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവർ രാജാക്കന്മാരെ പോലെ രാജകൊട്ടാരത്തിൽ അരമനയിൽ കിടന്നിട്ട് രാജകീയമായി മരിക്കട്ടെ എന്നതൊന്നും തീരുമാനിച്ചില്ലല്ലോ. അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന്റെ കാരണം ഖൈബറിൽ നിന്ന് വരുമ്പോൾ ജൂതപ്പെണ്ണ് കൊടുത്ത വിഷമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മരണത്തിന്റെ കാരണം ആ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തന്നെയാണ് ആ വിഷഭക്ഷണം. അതിനുശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുപക്ഷത്തുള്ളവൻ കുടല് കൊത്തിക്കീറിയിട്ടല്ലേ വന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിന്റെ കൈറ്റ് പൊളിച്ച് കയറി വീട് തകർത്ത് കഴുത്തി അറുത്തു കൊല്ലുകയായിരുന്നില്ലേ? അലി റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സ്വന്തക്കാര് കഴുത്തറുത്തു കൊല്ലുകയായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നില്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ ക്രൂരമായി കഴുത്തറുത്തു കൊല്ലുകയായിരുന്നില്ലേ? തുടർന്നങ്ങോട്ടെല്ലാം നോക്കി. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാനെ ജയിലടച്ചു കൊല്ലുകയായിരുന്നില്ലേ? ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ ജയിലിൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നില്ലേ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ദമസ്കസിലെ ജയിലിൽ പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നില്ലേ? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഭരണകൂടത്തിന്റെ ഒരുപാട് തുർക്കി സമൂഹത്തെ പോലെയുള്ള ഭൗതികവാദികളുടെ ഒരുപാട് ക്രൂരമായ വിനോദങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നില്ലേ? ഇത് ഇസ്ലാമിന്റെ ചരിത്രം. എങ്കിൽ പിന്നെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഫാസിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഫാസിസ്റ്റുകൾ എത്ര ആളെ അറുക്കുന്നു, ഫാസിസ്റ്റുകൾ എത്ര ആളെ കൊല്ലുന്നു, ഇതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചോളം കണക്കൂട്ട്. അതിപ്പോ ഒരു മരത്തിന്റെ ഇലകൾ ചീഞ്ഞിട്ട് വേണം മറ്റൊരു മരത്തിന് വളമാവാൻ. ഇതാണല്ലോ പറയാം. ഒരു മരത്തിന്റെ ഇലകൾ ചെയ്യാന്ന് മറ്റേ മരത്തിന് വളമില്ലല്ലോ. മരത്തിന് ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റന്മാരോണെന്നല്ലേ ഉള്ളൂ. അല്ലാതെ സംവിധാനം അതാണ്. അല്ലെങ്കിൽ പൂർവികന്മാരായ മഹാന്മാര് വീട്ടിന്റെ ഉള്ളിൽ രാജകീയമായി കടന്നുറങ്ങി മരിക്കണമായിരുന്നു. അല്ലാഹ് ചെയ്തത് അങ്ങനെയല്ല. എന്താണ് അല്ലാഹ്ക്ക് അറിയേണ്ടത്? ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ വെച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മുസ്ലിം ഉമ്മ എത്രത്തോളം ഷഹാദത്ത് പരിശോധിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആലക്ക് അറിയണം. ഇതാണ് ലോകത്തിന്റെ വിഷയം. ഭൂലോകത്ത് ജീവിക്കുന്ന സമൂഹത്തിൽ മുസ്ലിം ഉമ്മയിൽ 2% മാത്രമാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്യാൻ വേണ്ടി പാടുപെടുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും
തൗഹീദിനെ പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി ഷഹാദത്തിനോട് ഖിയാനത്തും ചതിയും വഞ്ചനയും കാണിച്ച് 40,000-ഓളം ജാറങ്ങളെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യത്തെ തകർത്ത് തരിപ്പണമാക്കി കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുസ്ലിം സമൂഹം നല്ല പിള്ള ചമയുന്നു, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളാണെന്നില്ല. ഇസ്ലാമിന്റെ ഘാതകരാരാ? ഉള്ളകത്തുള്ള മുശ്രിക്കീങ്ങളാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ലോകാടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചാലും ഭരണാധികാരികളുടെ കൽബ് അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് ന്യൂസിലാൻഡിൽ പ്രധാനമന്ത്രിയുടെ കൽബിനെ മാറ്റിമറിച്ച് അള്ളാഹു എന്ത് ചെയ്തു എന്ന് നാം കണ്ടു. കൽബുകളുടെ ഉടമസ്ഥൻ അള്ളാഹുവാ. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൽബിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാ. നാളെ എന്ത് ചെയ്യണമെന്ന് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അള്ളാഹുവാ. ചിലപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉള്ളിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ വായിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന 30 കോടി മുസ്ലിങ്ങൾ ഇവിടുത്തെ ഭരണത്തിന്റെ ഭാഗമാകുകയും രാജ്യത്തിന്റെ സംരക്ഷകരാകുകയും അതിനുള്ളതാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്ന് ലോകത്തോട് ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല. മുസ്ലിം ഉമ്മത്ത് ഷഹാദത്ത് തെളിയിക്കണം. ആദ്യം അതാണ് വേണ്ടത്. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്ത് തെളിയിക്കണം. നാം മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്ത് തെളിയിക്കണം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തൗഹീദ്, അത് ഞാൻ അല്ലാഹ് കൊടുത്ത കരാറാണ്, അത് ലംഘിക്കുന്ന പ്രശ്നമില്ല. രണ്ട്, മുഹമ്മദുർ റസൂലിന്റെ റിസാലത്തിന് കൊടുത്ത ഷഹാദ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖാണ് അല്ലാഹുവിലെത്താനുള്ള ഏക വഴി, അത് ഞാൻ പാലിച്ചിരിക്കും, ഒരിക്കൽ ഞാൻ ലംഘിക്കുകയില്ല. ഈ രണ്ട് ഷഹാദ ലോകാടിസ്ഥാനത്തിൽ ജീവിപ്പിക്കാനാണ് ഒരു പുനർജന്മത്തിൽ ഈ മുസ്ലിം ഉമ്മത്ത് ചെയ്തിരിക്കേണ്ട ജോലി എന്നതാണ് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾക്ക് പിറകിലുള്ള മെസ്സേജ്. കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് സമൂഹത്തോട് വിളിച്ചു പറയാൻ സമുദായത്തിന്റെ തലപ്പത്തുള്ളവർക്ക് അതിനുള്ള സന്മനസ്സും അതിനുള്ള തെരഞ്ഞെടുപ്പ് ശേഷിയും നൽകാനും അല്ലാഹു തആല വലിയ 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 വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയും നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ എത്ര രാജകീയമാണ് എന്ന് അല്ലാഹു നമ്മളെ കൊണ്ട് ബോധ്യപ്പെടുത്തി സന്തോഷവാന്മാരാക്കി ആ കലിമത്തു തയ്യിബ, അതിന്റെ പ്രകാശം, അതിന്റെ നൂറ് മരിക്കുന്ന സമയത്ത് കണ്ട് അത് കണ്ടുകൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്താണോ വേണ്ടത് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ടും കുദ്റത്ത് കൊണ്ടും നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു വലിയ വലിയ വഴികൾ തുറന്നു തന്ന് സഹായിക്കുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود واشهد ان لا اله الا الله الرحيم المحمود واشهد ان محمدا عبده ورسوله اشرف مولود. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ഇതിനോട് ചേർത്ത് വായിക്കണം, സമയകാലങ്ങളെ അള്ളാഹു തൗഹീദും റിസാലത്തുമായി ബന്ധിപ്പിച്ചതിന്റെ പിറകിലുള്ള ഹിക്മത്ത്, യുക്തി. അഹ്മാലുകളെ സമയങ്ങളും കാലങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പരിശോധിക്കുന്നു അല്ലാഹു തആല മുസ്ലിമീങ്ങൾ കൃത്രിമം വല്ലതും കാണിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ വർഷം നിശ്ചയിക്കുന്നതിന് 12 മാസങ്ങളെയാണ് എണ്ണേണ്ടതെന്ന് പറഞ്ഞ അല്ലാഹ് ആ 12 മാസങ്ങളെ വിഭജിച്ച് ചില മാസങ്ങളെ അനുഷ്ഠാനത്തിന്റെയും ആദരവിന്റെയും മാസങ്ങളാണെന്ന് പ്രഖ്യാപിച്ച് ചില മാസങ്ങൾ ഇത് രണ്ടിനുമുള്ളതല്ല, സ്വതന്ത്രമായി എണ്ണ മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കി തന്ന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം ഉമ്മ അമാനത്ത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. 12 മാസങ്ങളിൽ 7 മാസത്തെ അല്ലാഹു തആല ആദരവിന്റെയും അനുഷ്ഠാനത്തിന്റേതുമാക്കി, 5 മാസത്തെ സ്വതന്ത്രമാക്കി നിർത്തി.
7 മാസം. ഒന്നാമത്തത് റജബാൻ, രണ്ടാമത്തത് ശഅബാൻ, മൂന്നാമത്തത് റമളാൻ, നാലാമത്തത് ശവ്വാൽ, അഞ്ചാമത്തത് ദുൽഖഅദ, ആറാമത്തത് ദുൽഹിജ്ജ, ഏഴാമത്തത് മുഹറം. 12 മാസത്തിൽ ഈ 7 മാസത്തിന്റെ പ്രത്യേകത എന്താ? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അനുവദിച്ചു തന്ന ഇബാദത്തിന്റെയും ആദരവിന്റെയും അനുഷ്ഠാനത്തിന്റെയും മാസങ്ങളാണ്. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ സമയകാലങ്ങളുമായി ഇബാദത്തിന് നിശ്ചയിച്ചു വെച്ചത്? മുസ്ലിം ഉമ്മത്ത് അവരെ താല്പര്യമനുസരിച്ച് കുറക്കുന്നുണ്ടോ കൂട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതിൽ ഒന്നാമത്തെ മാസം റജബാണ്. ഈ റജബ് മാസം നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. റജബ് മാസം ആദരവിന്റെ മാസമാണ്. മിൻഹാ അർബഅത്തുൽ ഹുറും, 4 മാസം ആദരവിന്റേതാണ്. അതിൽ ഒന്ന് റജബാണ്. ആ മാസം നമ്മുടെ ഈ മാസമാണ് തീരാൻ കാത്തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്താണ് റജബ് മാസത്തിന്റെ പ്രത്യേകത? റജബ് മാസം ആദരവിന്റേതാണ്, അനുഷ്ഠാനത്തിന്റേതല്ല. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദരവിനപ്പുറത്ത് എന്തെങ്കിലും അനുഷ്ഠാനം കൂട്ടിക്കെട്ടുന്നുണ്ടോ എന്നല്ലാഹ് അറിയണം. അല്ലാഹു അക്ബർ. റജബ് മാസത്തെ ആദരിക്കണം. മിൻഹാ അർബഅത്തുൽ ഹുറും, 12 മാസത്തിൽ 4 മാസം ആദരവിന്റേതാണ്. അതിൽ ഒന്നാമത്തത് റജബാണ്. റജബ് മാസത്തെ ആദരവാക്കിയ അല്ലാഹ് അറിയേണ്ടത് റജബ് മാസത്തിന്റെ ആദരവിനപ്പുറത്ത് ആരെങ്കിലും വല്ല അനുഷ്ഠാനവും കൂട്ടിക്കെട്ടുന്നുണ്ടോ എന്നല്ലാഹ് അറിയണം. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്നിട്ടില്ലാത്ത വല്ലതും റജബ് മാസത്തിന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അധികപ്പറ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നല്ലാഹ് അറിയണം. തീർച്ചയായിട്ടും അതിൽ മുസ്ലിം ഉമ്മത്ത് ഭൂരിപക്ഷം തോറ്റു. റജബ് ആദരിക്കപ്പെട്ട മാസമാണെന്ന് പറഞ്ഞ് ആദ്യം ചെയ്തത് എന്താ? ഉമ്മത്ത് സ്വന്തമായി ഒരു ദുആ എന്ന് പാസാക്കി. അല്ലാഹുമ്മ ബാരിക്നി ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നി റമളാൻ. പുരോഹിതന്മാരുടെ സ്പെഷ്യൽ ദുആ റജബ് മാസപ്പിറവിയുണ്ടാൽ. അങ്ങനെ ഒരു ദുആ റജബ് മാസം വന്നാൽ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ ശരീഅത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് മാസം ആദരവിന്റേതാണ്. റമളാൻ വരാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ദുആ നിങ്ങൾ പറയണം. എല്ലാ സമയത്തും അഷ്റഫുൽ ഖൽഖ് അങ്ങനെ ഒരു ദുആ, മൗമിങ്ങളെ വക ഒരു ആമീൻ, അങ്ങനെ ഒരു ഏർപ്പാട് റജബിന്റെ പേരിൽ തീർച്ചയായിട്ടും ഇല്ല. ഇവിടെ ഈ മുസ്ലിം ഉമ്മ പരാജയപ്പെട്ടു. രണ്ടാമതായി റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് 1000 റക്അത്ത് നിസ്കരിക്കുന്ന ഏർപ്പാട് സലാത്തുർ റഗായിബ്. ശീഈ പുരോഹിതന്മാര് ആദരവിന്റെ മാസം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കെട്ടിയ ഏർപ്പാടാണ്. പരാജയപ്പെട്ടില്ലേ മുസ്ലിം ഉമ്മ? ആദരിക്കാൻ പറഞ്ഞാൽ ആദരിക്കാനേ നമുക്ക് ബാധ്യതയുള്ളൂ. ആദരവിന്റെ പേരിൽ അനുഷ്ഠാനത്തെ കൂട്ടിക്കെട്ടാൻ നമുക്ക് അവകാശമില്ല. മൂന്നാമതായി സംഭവിച്ചത് എന്താ? റജബ് മാസത്തിൽ ഉംറ ചെയ്താൽ പ്രത്യേക പ്രതിഫലം. ശീഈ വിഭാഗം ഏറ്റവും കൂടുതൽ ഉംറ ചെയ്യുന്നത് റജബ് മാസത്തിലാണ്. ഈ മാസം ഭയങ്കര തിരക്കാണ് ഹറമിൽ ഷിയാക്കളുടെ. എന്താ കാര്യം? ആദരിക്കാൻ മാത്രമേ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളൂ. റജബിനെ അനുഷ്ഠിക്കാൻ ഒരു ഏർപ്പാടില്ല. നാം കൂട്ടിക്കെട്ടി. അവിടെയും നാം നമ്മളെ ഷഹാദത്തിനെ പൊളിച്ചു. പിന്നെ ഒരു കാര്യം, റജബ് 27 മിഅ്റാജ് ഉണ്ട്. ആ മിഅ്റാജിന്റെ ദിവസം ഒരു നോമ്പുണ്ട്. റജബ് 27 മിഅ്റാജ് നടന്നത് എന്ന് സ്വഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അന്നൊരു നോമ്പ് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചിട്ടുമില്ല. പിന്നെ ആദരവുള്ള മാസമാ. അതുകൊണ്ട് കുറെ ആദരവുകൾ നമ്മുടെ വകയിരിക്കട്ടെ, കുറെ അനുഷ്ഠാനങ്ങളും. ഇവിടെ റജബ് മാസം എന്ന മാസത്തെ ആദരിക്കാൻ പറഞ്ഞിട്ട് അല്ലാഹു തആല സ്വതന്ത്രമായി വിട്ടു. മുസ്ലിമീങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും കൂട്ടിക്കെട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ 98% തോറ്റു. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. അവിടെ വേറെ ഗ്രൂപ്പിസം ഇല്ല, സംഘടനയിസവും ഇല്ല. അവിടെ പിന്നെ വഹാബിസം, സലഫിസം, അതേപോലെ തന്നെ ഷിഈസം ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? മുഹമ്മദുർ റസൂൽ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടോ? ഇതാണ് നമുക്ക് അക്കാര്യത്തിൽ അറിയേണ്ടത്. രണ്ടാമത്തെ മാസം വരാൻ പോകുന്ന ശഅബാൻ. എന്താണ് ശഅബാന്റെ പ്രത്യേകത? ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിലേറെ തൗഫീഖും അവന്റെ ഔദാര്യം കൊണ്ട് നമുക്കും ഉമ്മത്തിനും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദാ വഖാല അസ്സ വജൽ ആമിറൻ മുഖ്ബിറൻ വആമിറ
أعوذ بالله السميع العليم من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين اللهم ارض عن خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ادفع عنا الغلاء والبلاء والوباء والفحشاء والمنكر والجدب والقحط والسيوف المختلفة والشدائد والمحن والفتن ما ظهر منها وما بطن من بلدنا وبيتنا هذا خاصة ومن بلدان جميع المسلمين مع القرى عامة إنك على كل شيء قدير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي لعلكم تذكرون ولذكر الله أكبر والله يعلم الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد